വെൽക്കം ടു മിനീഷ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരു ചൂരക്കറി വെക്കാൻ പോവാണ്. തിരുവനന്തപുരം സ്റ്റൈലിലുള്ള ഒരു ചൂരക്കറി. മാങ്ങയും മുരിങ്ങയ്ക്കയും ഒക്കെ ഇട്ട് പച്ചക്കറി വെക്കുന്ന ഒരു ചൂരക്കറിയാണ്. നല്ല ടേസ്റ്റി ഒരു കറിയായത്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ഉള്ളിയാണ്, ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഒരു 3-4 ഉള്ളി, വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 2-3 ഉള്ളി എടുത്താൽ മതി. ഇതൊരു 5-6 ചെറിയ ഉള്ളിയാണ്. അതും കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് കറി വെക്കുന്നത് കാണിക്കാം. അതുപോലെ തന്നെ അതിനായിട്ട് ഞാൻ വേറെ എടുത്തേക്കുന്നത്, ഞാൻ ഒരു 1.5 മുരിങ്ങയ്ക്ക, ഒരു മാങ്ങ, 4 പച്ചമുളക്, ഇത്രയാണ് അതിനകത്ത് കഷ്ണങ്ങളായിട്ട് എടുത്തേക്കുന്നത്. 1.5 മുരിങ്ങയ്ക്ക, ഒരു മാങ്ങ, 4 പച്ചമുളക്. ഈ മാങ്ങ പുളി തീരെ കുറവുള്ള മാങ്ങായ, പുളി ഒട്ടും ഇല്ലെന്ന്, തീരെ കുറവാണ് പുളി. അതുകൊണ്ടാണ് ഒരു മാങ്ങ എടുത്തത്. അല്ലെങ്കിൽ ഒരു മുറി മാങ്ങ മതി. പുളി ഇല്ലെങ്കിൽ ഒരു ശകലം വാളംപുളി കൂടെ നമുക്ക് പിടിച്ചെടുക്കണം. പുളി കുറവാണ്, ഇത് മതിയെന്ന് തോന്നുന്നു. കുറവാണെങ്കിൽ ഇച്ചിരി വാളംപുളിയും കൂടെ പിടിക്കാം. അത് ഇത് അരച്ചിട്ട് വന്നിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഇപ്പം നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചട്ടി എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങ, മുളക്, ഉള്ളിയെല്ലാം കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് മാങ്ങ, മുളക്, 4 മുളകാണ് ഞാൻ എടുത്തേക്കുന്നത്. മുളക്, പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. മുരിങ്ങയ്ക്ക എല്ലാം ഇങ്ങോട്ട് ഇട്ടിട്ട്, തൊണ്ടമുളക് കിട്ടുന്നവർക്ക് അത് സൂപ്പറാണ്. പക്ഷെ തൊണ്ടമുളക് ഒന്നും ഇവിടെ കിട്ടാനില്ല. നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇത് ഇങ്ങോട്ട് കലക്കി അങ്ങ് ഒഴിക്കുവാണേ. ഒത്തിരി കട്ടിയായിട്ടിരുന്നാലും അത്ര നന്നായിരിക്കത്തില്ല. ഇച്ചിരി ലൂസായിരിക്കണം. അപ്പോഴേ തേങ്ങ അരയ്ക്കുന്നതല്ലേ, പെട്ടെന്ന് അല്ലെങ്കിൽ അങ്ങ് കുറുകിപ്പോവും. അപ്പം ഈ ഒരു പരുവത്തിന് നമുക്ക് തീ കത്തിക്കാം. തീ കത്തിച്ച് നമുക്ക് കരിവേപ്പില ഇടാമേ. കരിവേപ്പില ഇപ്പോഴും ഇടണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇറക്കാൻ നേരത്ത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വീണ്ടും കുറച്ച് കരിവേപ്പിലയും കൂടി ഇടണം. കരിവേപ്പില ഇട്ടു. ഇപ്പോൾ നമുക്ക് ഉപ്പിടാം. 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നേ. വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ടിടാം. നമുക്കൊന്ന് നല്ലതായിട്ട് കലക്കി വെക്കാം. കലക്കി ഇതൊന്ന് ഇപ്പോൾ അടച്ച് വെക്കാം. തിളക്കട്ടെ. മീൻ കഷ്ണം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച ശേഷം വേണം കഷ്ണം ബാക്കിയിടാൻ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു. ഇപ്പം മീൻ കഷ്ണം അങ്ങോട്ട് പറക്കിയിടാമേ. അതിനകത്ത് തലയും വാലും എല്ലാം എടുത്തിട്ടുണ്ട്. ഇത് വന്ന് തിരുവനന്തപുരം സ്റ്റൈല്. ഓരോ നാടിനും ഓരോ സ്റ്റൈലാണ് മീൻകറി. മീൻകറി എത്ര വിധമാണെന്നറിയാമോ? എന്തോരം വിധം മീൻകറിയുണ്ട്. മലബാർ ഫിഷ് കറി അല്ല, കോട്ടയം ഫിഷ് കറി. കോട്ടയം ഫിഷ് കറി അല്ല തിരുവനന്തപുരം ഫിഷ് കറി അല്ല തൃശ്ശൂർ. പാലക്കാട് പോയാൽ വേറെ വ്യത്യസ്തമായ രീതിയിൽ. പാലക്കാട് കടന്നാൽ പിന്നെ വേറെ ഒരു രീതിയിൽ ഒരുപാട് തരത്തിലുള്ള ഫിഷ് കറിയുണ്ട്. ഇത് നല്ല രുചിയുള്ള ഒരു മീൻകറിയാണിത്. കപ്പയ്ക്കും ചോറിനും കപ്പയ്ക്കും ഒരുപോലെ നല്ല സൂപ്പർ ടേസ്റ്റി ഒരു കറിയാണ്. കറി ഇരുന്ന് തിളക്കട്ടെ. മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. മുരിങ്ങക്കായുടെയും മാങ്ങയുടെയും ഒക്കെ ആയിട്ട് ഒരു നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് വീണ്ടും നമ്മളങ്ങ് വെച്ചു. ഇച്ചിരി നേരം തിളച്ച് കഴിയുമ്പോൾ തീ അങ്ങ് സിമ്മിലിടാമേ.
നമ്മുടെ മീൻകറിയൊക്കെ നല്ല വെന്ത് കുറുകി ഉണ്ടോ, ഈ പരുവമായി ചാറ്. നല്ല കുറുകിയ ചാറോട് കൂടി നല്ല ടേസ്റ്റി മീൻകറി, നല്ല രുചിയുള്ള മീൻകറി. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മുരിങ്ങയ്ക്കായും മാങ്ങയൊക്കെ നല്ല രുചി കൊടുക്കുന്ന സാധനങ്ങളല്ലേ, കറിക്ക് ടേസ്റ്റ് തരുന്ന സാധനങ്ങളാണ് മുരിങ്ങയ്ക്ക, മാങ്ങ. ഇച്ചിരി കുറുകി പോയെങ്കിലേ ഉള്ളൂ, കൂടുതലായാലേ ഉള്ളൂ. ഇത്രയും കുറുകേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ ഒരു ശകല ലൂസ്, ഇതിന് മുമ്പ് ഇച്ചിരി കൂടെ ലൂസാക്കി എടുക്കാം. ഒരു ശകല വെള്ളം ഒഴിച്ച് ലൂസ്. ഇത്രയും കുറുകി കഴിഞ്ഞാൽ ഇരിക്കും തോറും ഇത് കുറുകും, ഇരിക്കും തോറും ഇത് കുറുകും. ഇപ്പോൾ തേങ്ങ ഒക്കെ അരച്ചതല്ലേ, അപ്പോൾ ഇത്രയും കുറുകി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചൂടോട് കൂട്ടാൻ ഇത്രയും മതി, ഇങ്ങനെ മതി. ലേറ്റാകും ഇനി ഇത് ഇതാകും, അങ്ങ് കട്ടിയാകും. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി അങ്ങോട്ട് ചേർക്കുവാണ്. നന്നായിട്ട് കഴുകി വിട്ടേക്കാം. ഉലുവാപ്പൊടി ചേർത്തു. ഇച്ചിരി വെളിച്ചെണ്ണ. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഇച്ചിരി പച്ചക്കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കരിവേപ്പില, ഇച്ചിരി വെളിച്ചെണ്ണ. ഇപ്പോഴാണ് നമ്മൾ എണ്ണ ചേർക്കുന്നത്. ഒരെണ്ണയും ചേർത്തല്ല ഇതിന് മുമ്പ്, ഇപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് എണ്ണ ചേർക്കുന്നത്. ഇതും കൂടി ഇരുന്ന് ഒന്ന് തിളയ്ക്കണം. തിളച്ചായിരുന്നു, വീണ്ടും ഒന്നുകൂടെ ആ കരിവേപ്പിലയും വെളിച്ചെണ്ണയുടെ ഒക്കെ മണം അതിനകത്തുനിന്ന് ഇറങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായി, നല്ല തിളച്ചു, നല്ല കറി നല്ല സൂപ്പറായി.